ഹരേ കൃഷ്ണ, നമസ്തേ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഈ പൊന്നോണ കാലത്ത്, അതായത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അഭിമാനവും നമ്മുടെ ഒരു സ്വകാര്യ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് പൊന്നോണം. നമുക്ക് ഈ വരുന്ന ഒരു വർഷം, പൊന്നോണം തൊട്ട് ഇനി വരുന്ന ഒരു വർഷം നമുക്ക് ഈശ്വരാനുഗ്രഹം എങ്ങനെ ഇരിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരും, എന്ത് ശ്രദ്ധിക്കണം, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ ജ്യോതിഷ കൈരളി ചാനലിന് നിങ്ങൾ തരുന്ന എല്ലാ സബ്സ്ക്രിപ്ഷനും ലൈക്കിനും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കുമാണ് നന്ദി പറയുന്നത്. പ്രപഞ്ചശക്തിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ വരുന്ന പൊന്നോണം തൊട്ടുള്ള ഒരു വർഷത്തേക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ധനുക്കൂറിലെ മൂലം പൂരാട ഉത്രാടത്തിൻ്റെ 1-ാം പാദം ഉള്ള ധനുക്കൂറുകാർക്ക് ഇപ്പോൾ വളരെ നല്ല ഒരു കാര്യങ്ങളിൽ മാറ്റം വരുത്തിയെടുക്കാവുന്നൊരു സമയമാണ്, പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ദാറ്റ് മീൻസ് 7-ൽ നമ്മുടെ വ്യാഴം നിൽക്കുന്നു. 7 എന്ന് പറയുന്നത് നിവൃത്തി സ്ഥാനമാണ്. നിവൃത്തി എന്ന് പറയുന്നത് എന്ത് കാര്യവും നമുക്ക് നിവൃത്തിയായി സാധിച്ചു കിട്ടേണ്ട സ്ഥാനത്ത് വ്യാഴം സർവേശ്വരകാരൻ അനുഗ്രഹശാലിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ചിന്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, കൊളീഗ്സ്, നമ്മുടെ എന്താ പറയുക ഇഷ്ടബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ, നമ്മളെ വെൽവിഷേഴ്സ് എല്ലാം വരുന്നത് 7-ാം ഭാവമാണ്. അവിടെയാണ് വ്യാഴം നിൽക്കുന്നത്. എല്ലാ രീതിയിലും നമുക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പിണക്കാതെ നയപരമായിട്ട് കൈകാര്യം ചെയ്താൽ അവരിലൂടെ ധനവും ഐശ്വര്യവും ഭാഗ്യവും വരും, നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. ധനവും വരും, കാരണം 7 വ്യാഴത്തിന് നല്ല സ്ഥാനമാണ്. 4-ലാണ് ശനി നിൽക്കുന്നതെങ്കിലും, കണ്ടകശനി എന്നൊക്കെ പറയുമെങ്കിലും 4-ലായതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല. കാരണം കുടുംബപരമായ തറവാട്ടുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, തറവാട്ട് സ്വത്തിൻ്റെയോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കുറച്ച് ഡിലേ വരുമെന്നല്ലാതെ വേറെ ദോഷമൊന്നുമില്ല, അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം മാതൃസ്ഥാനീയരായവർ, കുടുംബത്തിലുള്ള മുതിർന്നവർക്കൊക്കെ ചെറിയ അസുഖങ്ങളോ അരിഷ്ടതകളോ കഷ്ടതകളോ ഒക്കെ ചെറുതായിട്ട് വരാനുള്ള ഇതുകൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ രോഗങ്ങളോ കഷ്ടമോ വന്നാൽ ഉടൻ നമ്മൾ പ്രിക്കോഷൻ എടുക്കുക, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 9-ൽ ഭാഗ്യസ്ഥാനത്ത് കേതു ആദിത്യന് നിൽക്കുകയാണ്. അപ്പം സർക്കാരിൽ നിന്ന് വരേണ്ട പേപ്പറുകൾ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള നമ്മളെ രേഖകൾ, ഇതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ അതിനൊക്കെ കുറച്ച് കാലതാമസമോ കുറച്ച് ഡിലേ വരാം, അല്ലെങ്കിൽ തൽക്കാലം അത് കുറയിട്ട് വിടാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ഇടപെട്ട് അതിന് കാലതാമസത്തെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഈ മീഡിയേറ്റർ, അതായത് ബ്രോക്കറേജ് കാര്യങ്ങൾ, സർവീസുകൾ, അതുപോലെ തന്നെ ഭൂമി വ്യാപാരം, ഇതിലൊക്കെ ഇടപെട്ടവർക്ക് ഇപ്പം സമയം നല്ലതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ, ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം നല്ലതാണ്. വലിയ ഫ്ലാറ്റ് നിർമ്മാണ കമ്പനികൾക്കൊക്കെ സമയം നല്ലതാണ്. ഇപ്പോൾ വളരെ നല്ല ഒരു കാലഘട്ടമാണ്. അതായത് ഒരു ഡിസംബർ വരെ സമയം വളരെ നല്ലതാണ്, അത് ഉപയോഗപ്പെടുത്തിയെടുക്കുക. രണ്ടാമത്തേത്, ജീവിതത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട്, അതായത് പ്രണയം അല്ലെങ്കിൽ ലൈഫ് പാർട്ണർ, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ, അവരുമായിട്ടൊക്കെ ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ കുറച്ച് ശ്രദ്ധ പുലർത്തിയാൽ മതി. പൊതുവിൽ വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത ഒരു പൊതുവിൽ സമയം നല്ലതാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അടുത്ത വരാൻ പോകുന്നത് വ്യാഴം നിങ്ങൾക്ക് 10-ൽ നിന്ന് 11-ൽ ലാഭസ്ഥാനത്താണ്. അന്ന് കുറേ കൂടെ ഗുണം വരും. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ പദ്ധതികളും, ബിസിനസ്സിലായിരുന്നാലും രാഷ്ട്രീയത്തിലായിരുന്നാലും സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നാലും കലാരംഗത്തായിരുന്നാലും നടത്തുക. അത് എല്ലാ ഗുണങ്ങളും വരും. പക്ഷേ ഇപ്പോൾ കലാരംഗത്തുള്ളവർക്ക് സമയം അത്ര നന്നല്ല. അതായത് നമുക്ക് കലാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, അവസരങ്ങൾ കുറയുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യാം. നിങ്ങൾക്ക് വരേണ്ട ചാൻസുകൾ നഷ്ടപ്പെടാം, ഇങ്ങനെയൊക്കെ വരാം. അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ ബിസിനസ്സിൽ ഇടപെടാമെങ്കിലും വസ്തു വാഹനമൊന്നും വിൽക്കാനും വാങ്ങാനും സമയം നല്ലതല്ല. അതുപോലെ തന്നെ ഭൂമി വ്യാപാരത്തിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ വീട് പുതുക്കുക, വീട് പണിയുക, ഇതിനൊന്നും സമയം നല്ലതല്ല.
ഒരു ഡിസംബർ വരെ, അത് കഴിഞ്ഞ് കൊള്ളാം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മകരക്കൂറിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദവും ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് 2 കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ മതി. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തണം. കാരണം ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഉടൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം 7ാം ശനി തീർന്നുകൊണ്ട് ജോലിയിൽ മാറ്റം, അതുപോലെ തന്നെ പുതിയ പദ്ധതികൾക്ക് വേണ്ടി ശ്രമിക്കുക, ഇതെല്ലാം ചെയ്യാം. ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തോളൂ. കാരണം 2026 മാർച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയം നന്നാവുകയാണ്. അതായത് ഇപ്പോൾ 6 നിൽക്കുന്ന വ്യാഴം 7ലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് വരും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാവും. അപ്പോൾ അതിനുള്ള കരുക്കൾ ഇപ്പോഴേ നിൽക്കാം. നിങ്ങളുടെ സ്വപ്ന പദ്ധതികൾക്കായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്യുക. അതിനകത്തേക്ക് ഇപ്പം നീങ്ങി അതെല്ലാം സാധിച്ച് കിട്ടും. രേഖാപരമായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ലോണിനോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പം നടത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 2026 മാർച്ച് തൊട്ട് അങ്ങോട്ട് ഫലത്തിലെത്തും. ഇപ്പോഴേ പരിശ്രമിക്കണം. പുതിയ ജോലിക്ക് ശ്രമിക്കുക, ജോലി മാറ്റത്തിന് ശ്രമിക്കുക, പ്രൊമോഷന് ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുക, ഇതെല്ലാം ചെയ്യാം. മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ഗുണകരമായ മാറ്റം വരുന്നത് 2026 മാർച്ച് കഴിഞ്ഞായിരിക്കും എന്നർത്ഥം. അതുവരെയും പ്ലാനിങ് മാത്രമാണ്. നല്ല ദൈവാധീനം വർദ്ധിപ്പിക്കുക, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്നായി തന്നെ വരും നിങ്ങൾ. കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 3, 4 പാദം, ചതയം, പൊരുട്ടാതിയുടെ മുക്കാൽ, 1, 2, 3 പാദം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം കുറേ കാലം കൊണ്ടുണ്ടായിരുന്ന കഷ്ടതകളൊക്കെ കുറച്ച് മാറി ധനപരമായി പുഷ്ടിപ്പെട്ട് തുടങ്ങി. കടങ്ങളൊക്കെ തീർന്നു തുടങ്ങി. നിങ്ങൾ വിജയിച്ചു തുടങ്ങി ജീവിതത്തിൽ. ആ വിജയം ഉപയോഗപ്പെടുത്തുക. കാരണം 5ൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ 5, 9 വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനമാണ്. നമ്മുടെ ഏറ്റവും നല്ല അനുഗ്രഹസ്ഥാനമാണ്. അത് പ്രയോജനപ്പെടുത്തണം. 2026 മാർച്ച് കഴിയുന്നവരെ 5ൽ വ്യാഴം നിൽക്കുള്ളൂ. അതുവരെ ഈ പ്രയോജനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ആ ഗുണം ഫ്യൂച്ചറിലേക്കും ഗുണം ചെയ്യും. പിന്നെ 6ലേക്കാണ് പോകുന്നത്. പിന്നീട് ധനഫ്ലോയ്ക്ക്, അതായത് മണി ഫ്ലോ കുറയും. അതുകൊണ്ട് ഇപ്പോഴും ആ സമയം വരെ ഉള്ളത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ നിലനിർത്തുക. അതായത് പണ്ടുള്ളവർ പറയും, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 ഇറക്കാം. ഇപ്പം നിങ്ങൾക്ക് സമ്പത്ത് കാലമാണ്, അല്ലെങ്കിൽ ഗുണകരമായ കാലമാണ്. ഇപ്പോഴും ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യങ്ങളും നിലനിൽക്കും. അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഗുണം വരും. ഇനി അടുത്തത്, നിങ്ങൾക്ക് 7ാം ശനിയായിരുന്നു എന്നറിയാമല്ലോ. അത് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ട് ഇനി 2 വർഷം കൂടെ ഉള്ളൂ. അവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ശനി ആദ്യകാലത്ത് കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി പോകുന്ന പോക്കിൽ വാരിക്കോരി അനുഗ്രഹിച്ചിട്ടേ പോകുള്ളൂ. എങ്കിലും 2 ധനം, വാക്ക്, കുടുംബസ്ഥാനമാണ്. ധനത്തിന് പ്രശ്നം വരുത്തില്ല, പക്ഷേ വാക്കിന് പ്രശ്നം വരുത്തും. അതായത് നമ്മുടെ വാക്കുകളിൽ സംയമനം വേണം. ശനി നിൽക്കുമ്പോൾ നമുക്ക് അനിഷ്ടമായ വാക്കുകൾ പറയാനും, നമുക്ക് എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ ഗ്രഹങ്ങളൊന്നും നമ്മളെ ഒന്നും ഉപദ്രവിക്കാറില്ല. അവർക്കൊരു പങ്കുമില്ല. അവർ എത്രയോ, നമ്മൾ പറയില്ലേ, നമ്മൾ സയൻസ് ഉള്ളതുകൊണ്ടറിയാം, എത്രയോ നോട്ടിക്കൽ മൈൽ അകലെ, അങ്ങ് ദൂരെ, നമുക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത അകലെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ നമ്മളെ എന്താ ചെയ്യുക? അതിൻ്റെ റേസ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ, അതിന് അനിഷ്ടമായ രീതിയിൽ നിൽക്കുമ്പോൾ, അതായത് ഇപ്പം 3ൽ 2ൽ നിൽക്കുമ്പോൾ നമ്മുടെ വാക്സ്ഥാനത്ത് ഈ ശനിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലരുടെ ജാതകത്തിൽ 2ൽ ഗുളികൻ നിൽക്കും. ഗുളികനൊക്കെ നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ മൂഡ് ചേഞ്ച് ഉണ്ടാക്കും. നമ്മളെ മെൻ്റൽ ചേഞ്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ന്യൂറോ സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ട് നമ്മളെ മാനസികമായിട്ട് നമ്മളെ മൂഡ് ചേഞ്ച് ആക്കും. അത് നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ചില കാര്യങ്ങൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക, പെട്ടെന്ന് ഫ്രീക്കായിട്ട് നമുക്ക് പലതിലും ഇടപെടേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാക്കുകളിൽ എൻ്റെ സമയം അത്ര നന്നല്ല. അപ്പോൾ നമ്മൾ വാക്കുകളിൽ സംയമനം, മറ്റുള്ളവരോട് വളരെ സ്വസ്ഥമായിട്ടും സംയമനത്തോടെ ഇടപെടുക. അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ വിവരക്കേട്ടിന് ഞാൻ എന്ത് ചെയ്യാനെന്ന് വിചാരിച്ചാൽ ക്ഷമിക്കുക. നമ്മൾ അവിടെ കഴിയുന്നത്ര റിസർവ് ആവുക, മെൻ്റലി റിസർവ് ആവുക. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ ആയുധം. മനസ്സിലായല്ലോ? മൗനം വിദ്വാനുഭൂഷണം. ഇനി അടുത്തത്, കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ 6ൽ
ശുക്രൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 4 മാസത്തേക്ക് സ്ത്രീകളുമായിട്ടും അതുപോലെ തന്നെ നമ്മളെ പാർട്ട്നേഴ്സുമായിട്ടും ലൈഫ് പാർട്ട്ണറായിരുന്നാലും മറ്റെല്ലാ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ കുറച്ചൊരു, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് നമ്മളൊരു എന്താ പറയുക, നയപരമായിട്ട് ഇടപെടാവൂ. ആരെയും പിണക്കരുത്, ആർക്കും ഒന്നും നമ്മൾ കൊടുക്കൽ വാങ്ങലും നടത്തരുത്, ശ്രദ്ധിക്കുക. ഇനി കൊടുത്താൽ അതിന് പണിയും കിട്ടും, പറയണം കൂടെ പറയും. ഇനി അടുത്തത്, അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ 6 നിൽക്കുമ്പം ശുക്രൻ എന്ന് പറയുന്നത് അട്രാക്റ്റ് ചെയ്യുന്നതാണ്, നമ്മളെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ ശുക്രനാണ്. അപ്പം ആണിന് പെണ്ണായാലും പെണ്ണിനെ ആണായാലും അട്രാക്റ്റ് ചെയ്യും. അതുപോലെ സ്വർണ്ണം അട്രാക്റ്റ് ചെയ്യും. പിന്നെ എന്താ പറയുക, നല്ല വസ്ത്രങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാം അതാണ്. അപ്പോൾ ഈ അട്രാക്ഷൻ ഈ സമയത്ത് ശുക്രൻ അനിഷ്ടസ്ഥാനത്താകുമ്പോൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുടുക്കിൽപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു അല്പം ബുദ്ധിപൂർവ്വ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിട്ട് വേണമോ വേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ഇടപെടുക. ഇറ്റ്സ് ഓക്കെ. അടുത്തത് മീനക്കൂറ്. മീനക്കൂർ എന്ന് പറയുമ്പോൾ മീനക്കൂറ് നേരത്തെ പറഞ്ഞ പൂരിട്ടാതിയുടെ അവസാനത്തെ ഒരു പാദം ഉത്രട്ടാതി രേവതി. സമയം നന്നായി വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വ്യാഴം 4 വന്നുകൊണ്ട് കുറച്ചുകൂടി കുടുംബപരമായ സ്വസ്ഥതയും സമാധാനവും, കുടുംബത്ത് കുറേ ഐശ്വര്യമൊക്കെ വരും. എങ്കിലും വ്യാഴം 2026 മാർച്ച് കഴിയുമ്പോൾ 5ലേക്ക് ഭാഗ്യവും ഐശ്വര്യവും പൂർവ്വപുണ്യമുള്ള സ്ഥലത്തേക്ക് വരുന്നത് വരെ ധന ഇടപാടുകൾ സൂക്ഷിക്കുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് 2 കാര്യങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. അതായത് ജോലിയിലൊരു മാറ്റം അല്ലെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷൻ, ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ ഇപ്പോൾ ശ്രമിച്ചാൽ 2026 നടന്നു കിട്ടും. അത് ഗുണകരമായിട്ട് വരികയും ചെയ്യും. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് നിലവിൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു 4 മാസത്തേക്ക് ഗുണകരമാണ്. ഭൂമി വിൽക്കുക, വാങ്ങുക, കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുക, അതുപോലെ തന്നെ ഭൂമിപരമായ എല്ലാ ബിസിനസ്സും, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എല്ലാത്തിലും കുറച്ച് ഭാഗ്യാനുഗ്രഹവും വരുന്ന സമയമാണ്, ഗുണം ചെയ്യും. അതേസമയം ഈ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ക്ലാഷ് വരാനും തർക്കങ്ങളും വഴക്കുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് എൻ്റെ സമയം അത്ര നന്നല്ല, വാക്കുകളിൽ ക്ഷമയും സംയമനവും പുലർത്തുക. പൊതുവിൽ സമയം നല്ലതാണ്. ഈ വരുന്ന 2026 മാർച്ചോടെ വളരെ നല്ലതിലേക്ക് പോകും. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യ അനുഗ്രഹവും ഭഗവാൻ തരും. പുതിയ പദ്ധതികളും പ്ലാനുകളെല്ലാം ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിലായിരുന്നാലും കലയിലൊക്കെ ഒരുപാട് ഉയർച്ച വരുന്ന സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് പുതിയ അവസരങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്മാനങ്ങളൊക്കെ കിട്ടാം. ഇഷ്ടപ്പെട്ടവരുമായിട്ട് വീണ്ടും റീയൂണിയൻ ഉണ്ടാവും. അകന്നു നിന്ന ഇഷ്ടപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ പഴയ കൂട്ടുകാരൊക്കെ വീണ്ടും തേടി വരും. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളും കൺസൾട്ടിങ്ങിന് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ജ്യോതിഷ കൈരളിയോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹവും ഈ നിങ്ങളുടെ സപ്പോർട്ടും അതിന് എന്നും ഉണ്ടാവണം. പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളെല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.